സ്വർണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അടിക്കടി വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഇടിയുന്നില്ല എന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. മനുഷ്യർക്ക് എന്ന് അത്ഭുതകരമായ ലോഹമാണ് സ്വർണം. ലോകമെമ്പാടും സമ്പത്തിൻ്റെ അടിസ്ഥാനമായി സ്വർണം കണക്കാക്കാറുമുണ്ട്. രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാറുള്ളത് സ്വർണം ശേഖരിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ഓരോ വർഷവും വിപണിയിൽ എത്താറുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വർണം ഖനനം ചെയ്തെടുക്കാറുണ്ട്. ഒരു കാലത്ത് കർണാടകയിലെ കോലാർ സ്വർണ്ണഖനിയിലായിരുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതലായി സ്വർണം ഖനനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പല സിനിമകളിലും, അതായത് KGF, തങ്കലാൻ തുടങ്ങിയ സിനിമകളിൽ കോലാർ സ്വർണ്ണഖനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഇപ്പോഴിതാ തമിഴ്നാട് അടുത്ത KGF ആവുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. കാരണം തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ സ്വർണ്ണശേഖരം ഉണ്ടാവാമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല, വിരുദുനഗർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന രാജപാളയത്ത് സ്വർണത്തിന്റെ ശേഖരം ഉണ്ടാവുമെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ വിജയകുമാർ പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിന്റെ ഭൂപ്രകൃതിയിൽ ഭൂമിക്കടിയിൽ ധാരാളം ചുണ്ണാമ്പുകല്ല് പാറകളുണ്ട്. എന്നാൽ തിരുവണ്ണാമല, വിരുദുനഗർ ജില്ലകളിലെ രാജപാളയം പ്രദേശത്ത് ഭൂമിക്കടിയിൽ സ്വർണം കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. സ്വർണത്തിന് പുറമെ ഈ സ്ഥലങ്ങളിൽ ധാരാളം ലിഥിയമുണ്ട്. ഇതുപയോഗിച്ച് ബാറ്ററികൾ നിർമ്മിക്കാൻ സാധിക്കും. ഇവയെക്കുറിച്ചെല്ലാം തുടർച്ചയായ ഗവേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മാത്രമാണ് സ്വർണം ഖനനം ചെയ്യുന്നത്. തമിഴ്നാട്ടിലും സ്വർണവും ലിഥിയവും ഖനനം ചെയ്തെടുക്കാൻ ആരംഭിച്ചാൽ സംസ്ഥാനത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. അതേസമയം ഈ വാർത്തയെ ആശങ്കയോടെ കാണുന്നവർ അനേകമാണ്. തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരി ജില്ലകളിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ ഖനനം ആ പ്രദേശത്തെ പാരിസ്ഥിതികമായി ബാധിച്ചിരുന്നു. ഊട്ടിയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ തമിഴ്നാട് കേരള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേവാല വനത്തിലെ സ്വർണ്ണ ഖനനം മനുഷ്യനും വന്യജീവികൾക്കും വെല്ലുവിളി ഉയർത്തിയിരുന്നു. നീലഗിരിയിലെയും ദേവാല കാടുകളിലെയും സ്വർണ്ണ ഖനനം നിരോധിച്ചിട്ടുണ്ടെങ്കിലും അനധികൃതമായി ഇപ്പോഴും ഇവിടങ്ങളിൽ സ്വർണം ഖനനം ചെയ്തെടുക്കുന്നവർ ധാരാളമുണ്ട്. വെറും 640 ഹെക്ടർ വിസ്തൃതിയിൽ 5000 അനധികൃത സ്വർണ്ണ ഖനന കുഴികൾ ഉണ്ടെന്നാണ് വനം വകുപ്പ് കണക്കാക്കുന്നത്. അനധികൃതമായി കുഴിക്കുന്ന ഖനികളിൽ വീണ് മനുഷ്യരും നിരവധി വന്യജീവികളും മരിക്കാറുമുണ്ട്. ഇതിനു പുറമെ സ്വർണം വേർതിരിക്കാനായി ഉപയോഗിക്കുന്ന മെർക്കുറി പുഴയിലെ വെള്ളത്തിന് മലിനമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശിലെ ജോനാഗിരിയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കമ്പനിയുടെ പദ്ധതികളെ പ്രാദേശിക ഗ്രാമവാസികൾ അംഗീകരിച്ചതോടെയാണ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കാൻ തീരുമാനമായത്. ജിയോ മിസോ സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പ്രദേശത്ത് സ്വർണ്ണഖനി ആരംഭിക്കുന്നത്. സർക്കാരുകൾക്കും കോർപ്പറേറ്റുകൾക്കും സ്വർണം നിക്ഷേപ മാർഗവും സാമ്പത്തിക അടിത്തറയുണ്ടാക്കുന്ന മാർഗവുമാകുമ്പോൾ ജീവിതം ദുരിതത്തിൽ ആയേക്കാവുന്ന ചില സാധാരണക്കാരുണ്ട്. അവരുടെ ജീവിതം കൂടി പരിഗണിക്കുകയും ജീവിത സാഹചര്യം ഒരുക്കുകയും ചെയ്യാൻ സാധിച്ചാൽ മാത്രമായിരിക്കും ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ സ്വർണം കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ. അതേസമയം നമ്മൾ മുന്നേ ചർച്ച ചെയ്ത വിഷയമായിരുന്നു പാകിസ്ഥാന് നിധി കിട്ടിയ കാര്യം. പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് ജില്ലയിൽ സിന്ധു നദിക്കിടയിൽ വൻ സ്വർണ്ണശേഖരം കണ്ടെത്തിയെന്ന വാർത്തയും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിരുന്നു. ഈ സ്വർണം ഖനനം ചെയ്തെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അറ്റോക് പ്ലേസർ ഗോൾഡ് പദ്ധതി എന്ന പേരിലാണ് സിന്ധു നദിക്കടിയിലെ സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. നദിക്കടിയിൽ കണ്ടെത്തിയ സ്വർണ്ണശേഖരത്തിന്റെ ഏകദേശ മൂല്യം ഇന്ത്യൻ രൂപയിൽ 80,000 കോടി രൂപയോളം വരുമെന്നാണ് അനുമാനം. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന നദിയാണ് സിന്ധു നദി. 1947 വിഭജനത്തിന് മുൻപ് പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധു നദി ഇന്ത്യക്കും പാകിസ്ഥാനും ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രധാനപ്പെട്ടതാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടിയിൽ പർവ്വതങ്ങൾ രൂപപ്പെടുകയും ഇതിനെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പിലൂടെ സ്വർണ്ണക്കണങ്ങൾ നദിയിലേക്ക് എത്തുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തതായി കണക്കാക്കുന്നുണ്ട്. കാലക്രമേണ ഈ സ്വർണ്ണക്കണങ്ങൾ വലിയ തോതിൽ അറ്റോക് മേഖലയിലെ നദീതടത്തിൽ അടിഞ്ഞുകൂടുകയും പ്ലേസർ ഗോൾഡ് ഡിപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്വാഭാവിക പ്രക്രിയ നദിയുടെ മറ്റു പല പ്രദേശങ്ങളിലും വലിയ അളവിൽ സ്വർണം ശേഖരിക്കപ്പെടുന്നതിന് കാരണമാവുകയുമായിരുന്നു.
അറ്റോക് ജില്ലയിൽ മാത്രം 32 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സ്വർണമുണ്ടെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. നദിയിൽ സ്വർണം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മേഖലയിൽ പഞ്ചാബ് പ്രവിശ്യ സർക്കാർ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. സ്വർണം തേടി പ്രദേശവാസികൾ വലിയ തോതിൽ നദിയിൽ സ്വന്തം നിലയ്ക്ക് കുഴിക്കാനും മണൽ അരിക്കാനും തുടങ്ങിയതോടെയായിരുന്നു സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത്. മഞ്ഞുകാലത്ത് നദിയിൽ ജലനിരപ്പ് കുറഞ്ഞ സമയത്തായിരുന്നു ഇത്തരം ശ്രമങ്ങൾ കൂടുതൽ ശക്തമായത്. വലിയ സ്വർണ്ണശേഖരം കണ്ടെത്തിയെങ്കിലും ഇത് പൂർണ്ണമായി ഖനനം ചെയ്തെടുക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം.